ഗായ്സ്, ഞങ്ങളിന്ന് നാട്ടിൽ പോകാൻ പോവാണ്. അപ്പോൾ ആക്ച്വലി ഒമാൻ വഴി കണക്ഷൻ ഫ്ലൈറ്റ് ആണ്. അതുകൊണ്ട് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് മുതൽ ഒമാനിൽ എത്തുന്നത് വരെയാണ് ഈ വീഡിയോയിൽ ഞങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. കാരണം ബാക്കിയും കൂടി ഇൻക്ലൂഡ് ചെയ്യുന്ന വിചാരിച്ച വീഡിയോ ഒരുപാട് ലെങ്തി ആയിപ്പോവും. ആക്ച്വലി പറയുകയാണെങ്കിൽ അതൊരു റിയാദ് എയർപോർട്ട് ടൂർ ആണെന്നും വേണമെങ്കിൽ പറയാം. അപ്പം എല്ലാവർക്കും എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് വീട്ടിലോട്ട് പോവാം. ഞങ്ങളുടെ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞു. ഒരു പാക്കിങ്ങിൻ്റെ വീഡിയോ കൂടി പിടിക്കണം എന്ന് ഞാൻ കരുതിയത്, പക്ഷേ ടൈമൊന്നും കിട്ടിയില്ല, അതുകൊണ്ട് പിടിക്കാൻ പറ്റിയില്ല. എനിവേ ഞങ്ങളെല്ലാം ഇറങ്ങാനൊക്കെ ആയി. ബ്രീഫ് കേസും കൂടി ഉള്ളൂ, ഇനി 5 ബ്രീഫ് കേസും കൂടി ഉള്ളൂ. കാർഡ്ബോർഡൊക്കെ ഞങ്ങൾ വണ്ടി കൊണ്ട് വെച്ചു. അപ്പോൾ ഞങ്ങളിപ്പോൾ ഒരു 10 മിനിറ്റ്സിനുള്ളിൽ ഇറങ്ങും. അച്ഛന് പിന്നെ എന്തൊക്കെ അച്ചു പറയാനുള്ളത്? എന്താ കാര്യം? അയച്ചുബാ ഒന്ന് ഡോർ തുറന്നു കാത്തിക്ക്. ഞങ്ങളെല്ലാം എടുത്ത് വെച്ചു. ബ്രീഫ് കേസും പെട്ടിയും എല്ലാം എടുത്ത് വെച്ച് ഞങ്ങൾ വണ്ടി കയറാൻ പോവാണ്. എയർപോർട്ടിൽ പോകാൻ വേണ്ടി വണ്ടി കയറാൻ പോവാണ്. നമ്മൾ ഓൾറെഡി വണ്ടി കയറിയിരുന്നു. ചുറ്റി വേഗം കയറിക്കോ. നമ്മൾ എയർപോർട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ എയർപോർട്ടിലെത്തി. ബാബുച്ച് അങ്കിളും കൂടെ വണ്ടിയിരിക്കുന്ന സാധനങ്ങളൊക്കെ എടുത്ത് ട്രോളി വയ്ക്കുകയാണ്. ഇന്ത്യൻ ടൈം 4 മണി 4 കേട്ടോ ഇന്ത്യയിൽ. അകത്തേറാം. അപ്പോൾ ഓക്കെ. ഈ എയർപോർട്ടിൻ്റെ അപ്പുറത്ത് ഒരു എയർപോർട്ട് ഉണ്ടായിരുന്നു. അതിൻ്റെ കഴിഞ്ഞ് ഇവിടെ എത്തുമ്പോൾ അവിടെ തൊട്ടാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞു. ഇനി 1 മണിക്കൂറും കൂടി ബാക്കിയുണ്ട്. അപ്പോൾ ഇനി 1 മണിക്കൂറും കൂടി കഴിഞ്ഞാൽ ഇനി ഫ്ലൈറ്റ് ഒരു കയറ്റുള്ളൂ, ബോർഡിങ് ഉള്ളൂ. അപ്പോൾ 1 മണിക്കൂർ ഞങ്ങൾ ഇനി വെയിറ്റ് ചെയ്യണം. ഫ്ലൈറ്റ് തുടങ്ങുന്നതിൻ്റെ ഒരു 15 മണിക്കൂർ മുന്നേക്ക് അവർ ഫ്ലൈറ്റിലോട്ട് കയറ്റി തുടങ്ങും. അപ്പോൾ അവർ ഫ്ലൈറ്റിലോട്ട് കയറാൻ വിളിച്ചത് ഞങ്ങൾ അറിഞ്ഞില്ല. അപ്പോൾ ഇത്രയും വലിയ ലൈനായി. ബോർഡിംഗ് പാസിൽ ഞങ്ങളുടെ സീറ്റ് നമ്പർ 50 ആണ്. പക്ഷേ എയർ ഹോസ്റ്റേഴ്സ് ഞങ്ങളെ സീറ്റ് നമ്പർ 40 വരുത്തി, വേറൊരു ഫാമിലീനെ 50 വരുത്തി. صباحكم به
ബെൽജിയന്റെ തിരക്കിന് പറ. നാട്ടിലല്ലോ ഒമാൻ, നാട്ടിലല്ലോ ഒമാൻ. ഫ്ലൈറ്റ് ഇപ്പം എടുക്കാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോഴത്തേക്കും ടി വി ഉള്ളതുകൊണ്ട് ഇച്ചു അമ്മയും കൂടി ടി വി ഉണക്കി കാർട്ടൂൺ കാണാൻ തുടങ്ങി. എനിക്ക് ബോറടിച്ച് ഞാൻ ഉറങ്ങാനുള്ള തയ്യാറെടുപ്പൊക്കെ എടുക്കുമ്പോൾ കാണാം ക്യാബിൻ ക്രൂ ഒക്കെ ഡിന്നറും കൊണ്ട് വരുന്നു. പിന്നെ ഞാൻ കരുതി ഡിന്നറൊക്കെ കഴിച്ചിട്ട് കിടക്കാം. ആക്ച്വലി പറയുകയാണെങ്കിൽ എനിക്ക് ഫ്ലൈറ്റിലെ ഫുഡ് അത്ര ഇഷ്ടമല്ലാത്തതാണ്. പിന്നെ ഈ ഫുഡ് ഞാൻ കഴിച്ചു. ഇതിനകത്ത് കിട്ടിയിരുന്നത് ഒരു സ്പോഞ്ച് കേക്കും പിന്നെ ഒരു എഗ് സാൻഡ്വിച്ചും ഒരു ഓറഞ്ച് ജ്യൂസും വെള്ളമാണ്. പിന്നെ ഓറഞ്ച് ജ്യൂസ് ഭയങ്കര കയ്പും പുളിയൊക്കെ ആയിരുന്നു. ഞാൻ കുടിച്ച് നോക്കിയില്ല, ഒന്ന് കുറച്ച് ടേസ്റ്റ് നോക്കി. ഇച്ചാണ് പറഞ്ഞ് ഭയങ്കര കയ്പും പുളിയായിരുന്നു, അതുകൊണ്ട് ഇച്ചു കുടിച്ചില്ല. പിന്നെ സ്പോഞ്ച് കേക്ക് ഞാൻ കഴിച്ചു. പിന്നെ എഗ് സാൻഡ്വിച്ചിൻ്റെ പകുതിയും കഴിച്ചു. അപ്പോഴത്തേക്കും എനിക്ക് മതിയായി. കാരണം ഞങ്ങൾ ഓൾറെഡി വീട്ടിൽ നിന്ന് ഡിന്നറൊക്കെ കഴിച്ചിട്ട് വന്നതാണ്. അതുകൊണ്ട് എനിക്ക് കഴിക്കാനേ വിശപ്പേ ഇല്ലായിരുന്നു. പിന്നെ ഞങ്ങൾ കഴിച്ചതാണ്. ഇച്ചുവിന് പിന്നെ ഫ്ലൈറ്റിലെ ഫുഡേ ഇഷ്ടമല്ല, ഇച്ചുവിന് ആമിന് ഇഷ്ടമല്ല. അതുകൊണ്ട് അവർ രണ്ടുപേരും കഴിച്ചില്ല. ആമിന് ഞാൻ കുറേ ഫോഴ്സ് ചെയ്തപ്പോൾ അവൻ കുറച്ച് എഗ് സാൻഡ്വിച്ച് മാത്രമേ കഴിച്ചോളൂ. അവൻ പകുതി അവൻ കഴിച്ചോളൂ. പിന്നെ ഇച്ചു ജ്യൂസ് കുടിച്ചിട്ടാണ് അവൾ പറഞ്ഞത് ഭയങ്കര കയ്പാണ് പുളിയാണ്, അത് അവൾ കുടിച്ചില്ല. പിന്നെ അവൾ കഴിക്കില്ല എന്ന് ഞങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് ഞങ്ങൾ 7 days കേക്ക് അവൾക്ക് വേണ്ടി വാങ്ങിയായിരുന്നു. അതുകൊണ്ട് ഞാൻ അത് കൊടുത്തിട്ടും അവൾ കഴിച്ചില്ല, കാരണം ഉറങ്ങിപ്പോയി. ഗൈസ്, ഞങ്ങൾ ഒമാനിലെത്തി. ഫ്ലൈറ്റ് ഇപ്പം ലാൻഡ് ചെയ്യും. ഞങ്ങളെല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ഷെയർ കമൻറ്റ് എല്ലാം ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടായിട്ട് ഞങ്ങൾ വരുന്നവരെ ബൈ.